അർബുദം ബാധിച്ചതിനാൽ എല്ലാത്തിൽ നിന്നും ഇടവേളയെടുത്ത് ചികിത്സയുമായി മുന്നോട്ടു പോയി കഴിയുകയാണ് രേണു സുധി. കഴിഞ്ഞ ദിവസമായിരുന്നു ആദ്യത്തെ കീമോ നടന്നത്. കഠിനമായ വേദനയും ക്ഷീണവും അലട്ടുന്നതായി രേണു പറഞ്ഞിരുന്നു. എന്നാൽ അസുഖവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രേണു പങ്കുവയ്ക്കുമ്പോൾ അതിൽ പ്രധാനമായും പ്രത്യക്ഷപ്പെടുന്നൊരു കമന്റ് ഉണ്ട്. രേണു സുധിക്ക് മാത്രമേ ഇതുവരെ ക്യാൻസർ വന്നിട്ടുള്ളൂ എന്നതാണ്. ഈ കമന്റ് പതിവായതോടെ പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് രേണുവിന്റെ സുഹൃത്തും വ്ളോഗറുമായ പ്രതീഷ്. എന്ത് അസുഖവും അവനവന് വരുമ്പോഴേ അവസ്ഥ മനസ്സിലാകൂ എന്ന് പ്രതീഷ് കുറിച്ചു. കുറിപ്പ് ഇങ്ങനെയാണ്: പല ആൾക്കാരും ഇന്ന് രേണുവിനെ കുറ്റം പറയുന്നു, അവർ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്. ഞാനൊന്ന് പറയട്ടെ, ഈ ജീവിതത്തിൽ ഒരു തെറ്റ് പോലും ചെയ്യാത്ത മനുഷ്യന്മാരുണ്ടോ? ഇല്ലല്ലോ. ഞാനായാലും നിങ്ങളായാലും എല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ട്. അവർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അവരെ നമ്മുടെ ഒപ്പം ചേർത്ത് നിർത്തണമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും അവർ ഈ അവസ്ഥയിൽ ആയതിനാൽ സന്തോഷിക്കരുത്. ഒരുപാട് പേർ കമന്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു. രേണു സുധിക്ക് മാത്രമേ ക്യാൻസർ വന്നിട്ടുള്ളൂ എന്ന് ചോദിക്കുന്നവരോട് അസുഖം അവനവന് വരുമ്പോഴേ ആ അവസ്ഥ മനസ്സിലാവുകയുള്ളൂ. അത് ഇന്നോ നാളെയോ എനിക്കോ നിങ്ങൾക്കോ വരാം. അവൻ ഇന്നുവരെ അവരുടെ അസുഖത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സഹായിക്കണം, പണം വേണം എന്നൊന്നും പറഞ്ഞ് നമ്മുടെ ഇടയിൽ വന്നിട്ടില്ല. അവർ നമ്മളോട് ചോദിച്ചത് ഒന്നു മാത്രം: നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവർക്ക് വേണ്ടി കൂടി ഒരു നിമിഷം പ്രാർത്ഥിക്കണമെന്നത് മാത്രം. രേണു ചേച്ചി തിരിച്ചു വരണമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നും പ്രതീഷ് കുറിക്കുകയായിരുന്നു. അവരെ ചേർത്തു നിർത്തിയാൽ സന്തോഷം കൂടെ ഉണ്ടാകണം എന്നിങ്ങനെ നീളുന്നു കമന്റുകളും. ഇരുവരും ഒരുമിച്ച് നിരവധി മ്യൂസിക് വീഡിയോകളും ഷോർട്ട് ഫിലിമുകളും ജോഡികളായി അഭിനയിച്ചിട്ടുമുണ്ട്. പ്രതീഷ് ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയതും രേണുവിനൊപ്പം മ്യൂസിക് വീഡിയോകൾ ചെയ്തു തുടങ്ങിയ ശേഷം തന്നെയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ രേണുവിനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തനത്തിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ വന്ന മുഴയാണ് ക്യാൻസറായി മാറിയത്. ഇപ്പോൾ അത് കക്ഷത്തിലേക്കും ഹൃദയത്തിൻ്റെ മനസ്സിലേക്കും മസിലിലേക്കും ശ്വാസകോശത്തിലേക്കും വ്യാപിച്ചു. മുഴ കണ്ടെത്തിയ ഉടനെ തന്നെ കൃത്യമായ ചികിത്സ തേടിയിരുന്നുവെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ രേണുവിന് വരുന്നില്ല. കുടുംബവും സഹോദരനും ചേർന്നാണ് രേണുവിനെ ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്നതും ശുശ്രൂഷിക്കുന്നതും. 6 കീമോ, ഒരു സർജറിയാണ് രേണുവിൻ്റെ ഡോക്ടർമാർ ഇതുവരെ നിർദ്ദേശിച്ചിട്ടുമുള്ളത്. ആൻറ്റിബോഡിയും കുത്തിവെക്കുന്നുണ്ട്. മരുന്നുകളെല്ലാം വില കൂടിയവയാണെന്നും ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ കൂടിയാണ് താൻ നിരന്തരം യൂട്യൂബ് വീഡിയോകൾ ചെയ്യുന്നത് എന്നും രേണു പറയുന്നു. കൊല്ലം സുധി വരുത്തിവെച്ച കടവും പ്രാരാബ്ദങ്ങളും രേണു നികത്തി വരികയായിരുന്നു. അതിനിടയിലാണ് ക്യാൻസർ എന്ന രോഗം താരത്തെ പിടികൂടിയത്. തൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ആരും പണം യാചിച്ച് രേണുവിനെ കൊണ്ടുവരരുത് എന്ന് ആവശ്യപ്പെട്ടു. പ്രാർത്ഥന സഹായം മാത്രമാണ് താൻ ചോദിച്ചിട്ടുള്ളത്. രേണു താനൊരു ഉരുക്ക് വനിതയാണ്. ഒരാൾക്ക് പോലും തളർത്താൻ കഴിഞ്ഞില്ലല്ലോ. ഈ രോഗം ഇയാളുടെ മുൻപിൽ തോൽവി സമർപ്പിച്ച് മുട്ടുകുത്തുന്നത് ലോകം കാണും. ദൈവം കൂടെയുണ്ട്. ഒപ്പം ഒട്ടേറെ ആളുടെ പ്രാർത്ഥനയും രേണു ചേച്ചിക്ക് ഉണ്ട്. ചേച്ചി ആരോഗ്യമായി പെട്ടെന്ന് തന്നെ പഴയതുപോലെ തന്നെ തിരിച്ചു വരും എന്നിങ്ങനെയാണ് ആശ്വസിപ്പിച്ച് ആളുകളും കുറിക്കുന്നതും. രേണു സുധിയുടെ മകനും ഇതിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും രേണുവിൻ്റെ അസുഖങ്ങളെല്ലാം തന്നെ മാറി ഉടനെ പഴയ രൂപത്തിലേക്ക് രേണു സുധിയെ തിരിച്ചു കൊണ്ടുവരുമെന്ന് തന്നെയാണ് എല്ലാവരും ഒരേപോലെ പ്രതീക്ഷിക്കുന്നതും. നിങ്ങൾക്ക് രേണു സുധിനെ ഇഷ്ടമാണോ എന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.